വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, 24 hour വിത്തൗട്ട് സ്ലീപ്പിംഗ് ചലഞ്ചാണ്. അപ്പം എനിക്ക് തിന്നാൻ പറ്റുന്ന നോയമ്പോ ഞാന് സോപ്പ് പിന്നെ എന്താ വാങ്ങണ്ടേ? നൂഡിൽസ് നമുക്ക് വേറെ വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കാവേ. ഇന്നത്തെ കൊറിയൻ നൂഡിൽസ് വാങ്ങാം. ഇന്നത്തെ അത്താഴം നൂഡിൽസ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചലഞ്ച് എത്രമാത്രം സക്സസ് ആവും, ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അപ്പോഴത്തേക്ക് ഞങ്ങളുടെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങളിത് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടത്. അങ്ങനെ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വാരിയർ മാർക്കറ്റിലാണ് ഞങ്ങൾ കയറിയത്. നാട്ടിൽ പോയിട്ട് കുറച്ചായതുകൊണ്ട് എല്ലാ സാധനങ്ങളും തീർന്നു പോയായിരുന്നു. അപ്പം എല്ലാം മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കണേ. സോപ്പ് സെക്ഷൻ പോട്ടെ. എടി ഇവിടെ നടത്തി ലെക്സ് സോപ്പ്. ലെക്സ് ഒക്കെ പണ്ട് ഉപയോഗിച്ചത് എനിക്ക് ഇഷ്ടമായിരുന്നു. ലെക്സിന്റെ 10 രൂപ ഉണ്ടാവും. എനിക്ക് വേണം. എന്റെ ഹിമു സോപ്പ്, എന്റെ ഹിമു സോപ്പ്, ഹിമാം സോപ്പ്, ഹമാം. ഒരു ലെക്സ് സോപ്പ്. എടി ലെക്സിന്റെ കൂടെ പെപ്സുടേന് ഒരു ലെക്സ് മേടിക്കാം. എനിക്കിപ്പോ എന്തോ എടുക്കണം. ഇതിനകത്ത് ഒരു വിവലിന്റെ ഇതും 10 രൂപയുടെ അല്ലേ, ഒരു വിവലും എടുക്കാം. എനിക്കിഷ്ടാ വിവല്. ഇന്നത്തെ കുളി ലെക്സിലും വിവലും. എടി ഇത് എന്താണ് കിവി എന്ന് വെച്ചാ? എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എവിടെയൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കഴിക്കണമെന്നുണ്ട്. വാങ്ങിത്തരുമോ? ഇവിടെ തന്നെ വെച്ചേക്കാം. അബ്രാമി, നിന്റെ ബേബിയുടെ പോക്കറ്റ് പാസ്ത മോനെ. മറ്റേ നമ്മുടെ നൂഡിൽസ് അല്ലാത്തില്ലേ, ബായ് ബിരിയാണി ഇന്ത്യ ഗേറ്റിന്റെ. ഉച്ചയായപ്പോഴത്തേ നല്ല ചോറും പപ്പടവും മോരും പിന്നെ എന്തോ ഒരു ചാറുകറിയൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചു. കൊച്ചിയൊക്കെ കിടന്നുറങ്ങുവാട്ടെ. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കൊച്ചിന്. അപ്പൊ കിടന്നുറങ്ങുവാണ്. ഞാനിന്നൊരു ചുമ്മാ ഒരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നല്ല, 24 hour ഒരു നോ സ്ലീപ്പിംഗ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. കൊച്ചുറങ്ങിപ്പോട്ടോ. ഞാൻ കുറച്ച് 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യണതാണ്. അപ്പം എന്നാൽ ഇന്ന് ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു. അവൻ കൊച്ചു കാഷ്വാലിറ്റിയിലാട്ടോ. ഇവള് നൈറ്റ്, ഞാൻ മോർണിംഗ് കാഷ്വാലിറ്റിയിൽ. ഗൈസ്, ഹോസ്റ്റലിലെ വൈകുന്നേരം കാണിച്ചു തരാട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ബുജിക്ക് പോവാറായിട്ട് ഞങ്ങളപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മെസ്സിൽ പോവാട്ടോ. ഇന്ന് ചായയും പിന്നെ ബജ്ജിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ മെസ്സിൽ പോവാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്കുള്ള ദിവസമൊക്കെ ഞങ്ങൾ മെസ്സിൽ പോയി ചായ കുടിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ ചായ കുടിക്കുമ്പോഴാട്ടോ ഇരുന്നിങ്ങനെ നാട്ടുവിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അന്നേരം എൻ്റെ അഭിപ്രായം പറയും, അവളുടെ അഭിപ്രായം പറയും. അങ്ങനെ ഇവിടെ മെസ്സിൽ ഞങ്ങൾക്ക് TV ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം TV കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അല്ലാതെ ഞങ്ങൾ അങ്ങ് വർത്താനം പറഞ്ഞ് ഫുഡ് കഴിച്ചു കേട്ടോ. ഈ ഷിഫ്റ്റ് തുടങ്ങിയോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അവൾ നൈറ്റിന് വിട്ട് രാവിലെ വരുമ്പോൾ ഞങ്ങൾ മോർണിംഗ് ഷിഫ്റ്റിന് പോകും. അങ്ങനെയാണ്. പിന്നെ സൺഡേസാണ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ചായ ആയിട്ട് എടുക്കണേ. പണ്ട് ഫസ്റ്റ് ഇയറിലൊക്കെ എനിക്ക് കോഫിയോടായിരുന്നു പ്രേമം. പക്ഷെ ഇപ്പോൾ അത് മാറി ടീയോടായി. കാരണം ഇപ്പം എനിക്ക് ചായയാണ് ഇഷ്ടം. അപ്പം ഞങ്ങളിത് മെസ്സിലെ TV ഒക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഒരു 10-15 മിനിറ്റ് ചായയൊക്കെ കുടിച്ചാണ് ഞങ്ങൾ റൂമിൽ പോണത്. കാരണം റൂമിൽ ഭയങ്കര ചൂടാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞത് ഒരു 6-7 മണി സമയമായപ്പോഴേക്കും ഞാൻ അലക്കാൻ പോകട്ടെ. അന്നേരത്തേക്ക് ബുജിക്ക് നൈറ്റ് ഷിഫ്റ്റിന് പോവാറായിട്ടോ. അവളുടെ ബസ് ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴേക്കും വരും.
ബുജ്ജി ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോഴാട്ടോ ഇവിടെ എത്തത്തുള്ളൂ. അപ്പോൾ നൈറ്റാണ് ഏറ്റവും കൂടുതൽ അവേഴ്സ് ഉള്ളത്. അപ്പോൾ ബുജ്ജിക്കും കാഷ്വാലിറ്റി, എനിക്ക് മോർണിംഗ് ഷിഫ്റ്റും കാഷ്വാലിറ്റി, അവൾക്കും നൈറ്റ് ഷിഫ്റ്റാണ് കാഷ്വാലിറ്റി. വേറെ എന്നതാ കുഴപ്പമൊന്നുമില്ലേ? തങ്കു വ്ലോഗ് എടുക്കുവോ അമ്മ? ഈ ഇരിക്കുന്ന പിള്ളേരെല്ലാവരും നൈറ്റ് ഷിഫ്റ്റിലെ പിള്ളേരാട്ടോ. ഇവർ നൈറ്റിന് പോകാൻ വേണ്ടി ഇരിക്കണതാണ്. അപ്പോൾ ബുജ്ജീനെ കയറ്റി വിട്ടിട്ട് അലക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ബുജ്ജിയുടെ ബസ് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ നേരെ അലക്കാൻ അങ്ങ് പോയിട്ടോ. ഇനി റൂമിൽ ചെന്നിട്ട് കുളിക്കണം, അങ്ങനെ കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ സ്കിൻ കെയർ ഇട്ട് കിടക്കാൻ പോവാട്ടോ. നേരത്തെ വന്ന ഉറക്കമൊക്കെ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ഷെടപെടയെന്ന് പറഞ്ഞ് മാറിയിട്ടോ. അപ്പോൾ എനിക്ക് അതെന്താ ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും വന്നിട്ട് കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ഉറക്ക ക്ഷീണം അത്രയേ ഉള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞത് ഞാൻ മുഖം ഒന്ന് മോയ്സ്ചർ ആവാൻ വേണ്ടി പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ ഇടയ്ക്കാട്ടോ ഈ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ മേടിക്കുന്നത്. അടിപൊളിയാട്ടോ. ഇത് എൻ്റെ സ്കിൻ ടൈപ്പിന് അത്യാവശ്യം നന്നായി, എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിന് അത്യാവശ്യം നന്നായി ചേരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ബോഡി ലോഷനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് തുറക്കാനും പറ്റില്ല, ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഒരു 8:30-9 മണിയൊക്കെ ആയ സമയം. അപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഞാൻ നൊയമ്പായതുകൊണ്ട് ഞാൻ പനീർ ഫ്രൈഡ് റൈസ് ആയിട്ട് ഓർഡർ ചെയ്തത്. ബാക്കി എല്ലാവരും ചിക്കൻ തന്തൂരിയും പിന്നെ എന്തുമായിരുന്നു പിന്നെ എന്തായാലും ഓർഡർ ചെയ്ത്, പിന്നെ പൊറോട്ടയും ബട്ടർ ചിക്കനും അങ്ങനെയൊക്കെയായിട്ട് എല്ലാവരും ഓർഡർ ചെയ്തത്. ഞാൻ പനീർ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഫുഡാട്ടോ ഈ രാത്രിയത്തെ ഫുഡ്. ദോശയാട്ടോ ഇഷ്ടമല്ല എനിക്ക്. ദോശ ഒട്ടും ഇഷ്ടം. വീട്ടിലായാലും ദോശ കഴിക്കത്തില്ല, ഇവിടെ ആയാലും ദോശ കഴിക്കത്തില്ല. പിന്നെ ഞായറാഴ്ചയും ഞങ്ങളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യും. പിന്നെ ഇങ്ങനത്തെ വെള്ളിയാഴ്ചയും ഓർഡർ ചെയ്യും, പിന്നെ ചൊവ്വാഴ്ചയും ഓർഡർ ചെയ്യും. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. പോസ്റ്റ് നൈറ്റൽ അസസ്മെൻറ്റിൻ്റെ നോട്ടും ആൻറ്റിനൈറ്റൽ അസസ്മെൻറ്റിൻ്റെ നോട്ടും എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ എഴുതാൻ, ഒരു കടലായിട്ട് 4th ഇയർ ആണെങ്കിലും കടലായിട്ടാണ് എഴുതാനുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ എഴുതണമായിരുന്നു. അപ്പോൾ അങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് നല്ല ഉറക്കം ഉണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉറക്കം വരുമായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉറക്കം മാറുമെന്ന് പറഞ്ഞത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12:30 ആയി. 12:30 ആയുള്ളൂ. സമയമാണെങ്കിൽ നീങ്ങി പോകുന്നുമില്ല. ഇവിടെ ആണെങ്കിൽ ഇതേ പിള്ളേരൊക്കെ, എൻജിനീയറിങ്ങിലെ പിള്ളേരൊക്കെ അവർക്ക് എക്സാം, അപ്പോൾ അവർ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഉറക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയകാര്യമായിട്ട് ഉറക്കം വരുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് ഇന്ന് കാഷ്വാലിറ്റി ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ, മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ. എല്ലാ ദിവസവും വന്നിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയായി കഴിയുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു ഉറക്കം ഉള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ ചെറിയൊരു ഉറക്ക ക്ഷീണമുണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്തൊക്കെ ചെയ്തിട്ടും ടൈം പോകുന്നില്ല കേട്ടോ. കുറച്ചു നേരം ഞാൻ റീൽസ് ഒക്കെ കണ്ടോണ്ടിരുന്നു. കുറച്ച് ഞാൻ എഴുതാൻ വേണ്ടി ബുക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ബുക്ക് എടുത്തിട്ടുണ്ട്, പക്ഷെ എഴുതാൻ എന്തൊരു മൂടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റണ ടൈം വരെ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. ഗൈസ്, ഇപ്പൊ സമയം ഒരു 1:30 ആയി കാണും. 1:30 ആയുള്ളൂ. പക്ഷെ സമയം പോകുന്നില്ല. ഞാൻ സമയം വെക്കാൻ പോകുന്നു, സമയം പോകുന്നില്ല. ഏതെങ്കിലും ഒരു സിനിമ കാണാമെന്ന് വിചാരിക്കണം. എല്ലാ പ്രാവശ്യവും ഞാൻ തന്മാത്ര കാണാൻ വേണ്ടി എല്ലാ ദിവസവും വിചാരിക്കും തന്മാത്ര കാണാമെന്ന്. കാരണം ഞാനത് ഫുൾ കണ്ടിട്ടില്ല. എവിടേക്കോ കുറച്ച് സീൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഞാൻ ആ മൂവി കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും പറയുള്ളൂ ആ മൂവി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിൽ വരും, പിന്നെ രണ്ടാമത്തെ വാച്ചിന് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പം അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വൈഫൈ ഉണ്ട് കേട്ടോ ഇവിടെ ഹോസ്റ്റലിൽ. അപ്പോൾ വൈഫൈയിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കണ്ടോട്ടിരുന്ന് കുറച്ച് എഴുതാനുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ എന്തോ മാതിരി ആയിപ്പോയി, കാരണം കുറച്ച് തണുപ്പുണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ്. ഗൈസ്, ഇവർ പിള്ളേരൊക്കെ പഠിക്കണം, എൻജിനീയറിങ് പിള്ളേരാണ്. അവർക്ക് നാളെ എക്സാം എങ്ങനെയാണ്. അപ്പോൾ അവർ പഠിക്കണതൊക്കെ കാണുമ്പോൾ
ഞങ്ങളുടെ എക്സാമിന് ഞങ്ങളിവിടെ 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ അന്നേരം ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് പഠിക്കണം. കാരണം ഞങ്ങൾ ഇയറാട്ടോ ഞങ്ങളുടെ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ലാസ്റ്റ് മന്താണ് പഠിക്കാൻ, ആദ്യം മുതലേ പഠിപ്പിച്ച സംഭവങ്ങൾ ലാസ്റ്റ് മന്താണ് പഠിക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്ന് വെളുപ്പിന് വരെ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ എനിക്ക് അന്നേരത്തെ ആ ഒരു ഇതാണ് ഇപ്പോൾ ഫീലാണ്. പിന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇവർക്ക് എക്സാം ആയതുകൊണ്ട് ഇവരിങ്ങനെ കൂട്ടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയേനെ, ഇവിടെ ചുമ്മാ എന്താ പേടിച്ചിട്ട് പോയേനെ. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവരിങ്ങടെ ഉള്ളതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പേടിച്ച് ഇരിക്കേണ്ടി വരുന്നതിന്. നല്ല കാറ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എഴുതാൻ നോക്കിയിട്ടൊന്നും പറ്റില്ല. ഇവിടെ ഇരിപ്പ് വർത്താനം മാത്രമേ ഉള്ളൂ. കുറച്ചൊന്ന് എഴുതട്ടെ കേട്ടോ, എഴുതിയിട്ട് വരാവേ. ഗൈസ്, ഇപ്പോൾ ടൈം 3:30 ആയി കാണും. എല്ലാ പിള്ളേരും ഉറങ്ങിയിട്ട് കണ്ടോ, ഓരോ ഒച്ചയും അനക്കവും ഇല്ല. എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഞാനൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ ഉറക്കത്തിയിട്ട് കിടക്കേണ്ട ഞാനാ. ഉറക്കം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഉറക്കം പറ്റും, സത്യം പറയാൻ. എന്തോ ചെയ്യും. നാളെ ആണെങ്കിൽ രാവിലെ കാഷ്വാലിറ്റിയിൽ മോർണിംഗ് ഷിഫ്റ്റാണ്. അയ്യോ, ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ നാളെ രാവിലത്തെ ഗതി ഗോവിന്ദയാണ്. കാരണം അല്ലെങ്കിൽ കാഷ്വാലിറ്റി പോയി ഉറങ്ങേണ്ട വരും. അന്നേരം അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സും എല്ലാവരും എന്നെ വെട്ടിക്കൊല്ലും. കൊള്ളാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമാണ് എനിക്ക് 3:30 ആകുമ്പോഴേക്കും ഉറക്കം വന്നേ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ടാണ്. അല്ലെങ്കിലൊക്കെ അത്യാവശ്യം എനിക്കൊരു 4:30 വരെ അത്യാവശ്യം ഉറക്കമൊക്കെ പിടിച്ചെടുക്കാൻ പറ്റണ ഒരാളാണ് ഞാൻ. പക്ഷേ ഇതെന്നാന്നറിയില്ല, എനിക്ക് ശരിക്കും 9 മണി തൊട്ട് രാത്രി 9 മണി തൊട്ട് ഉറക്കം വന്നതാട്ടോ. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്തേനെ, ഈ ഒരു ചലഞ്ച്. ഉറക്കം വേണ്ട കേട്ടോ, എന്നാലും ഇച്ചിരി വെള്ളം കുടിച്ച് പിടിച്ചെന്നാലോ. ഗൈസ്, ആർക്കെങ്കിലും ഉറക്കം വരാതിരിക്കാൻ എന്തെങ്കിലും വഴി അറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് പ്ലീസ്. ഇച്ചിരി വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഗൈസ്, ഇപ്പോൾ സമയം ഒരു 4 മണിയായി. എനിക്ക് ഇതേ കൂടുതൽ സത്യം പറയാൻ പിടിച്ചെടുക്കാൻ പറ്റില്ല. നല്ല രീതിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം നാളെ കാഷ്വാലിറ്റി പോകണം. രാവിലെ മോർണിംഗ് ഡ്യൂട്ടി അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയി ഞാൻ കിടക്കാൻ പോകട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ പുതിയ ചലഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.